ഒരുപാട് ഫിത്നകളും ഒരുപാട് ഷർറുകളും ഒരുപാട് ഇരുട്ടുകളും ഒന്നിനു മീതെ ഒന്നായി വന്ന് കുമിഞ്ഞു കൂടുന്ന ഒരു ഘട്ടത്തിലാണ്. സോഷ്യൽ മീഡിയ വ്യാപകമായപ്പോൾ അത് വേറെ കുറേ ഫിത്നയാണ്. അന്ന് എല്ലാവരും എഴുത്തുകാരാണ്, ആരും ഇന്ന് പരിശോധന ഇല്ല. മറ്റൊരാൾ ഇപ്പോൾ അമ്മാനിമൊഴി ഖുർആൻ പരിഭാഷ വരെ KM മൊഴി അടക്കമുള്ള ആൾ പരിശോധിച്ചിട്ടാണ് ചേർക്കുന്നത്. ഇന്നിപ്പോൾ അതില്ല. എനിക്ക് എഴുതിയിട്ടാണ് വിട്ടാൽ മതി, ലോകം മുഴുവൻ എത്തി. ഞാൻ എൻ്റെ ഫോൺ എടുത്താണ് പറഞ്ഞിട്ടാണ് വിട്ടാൽ ലോകം മുഴുവൻ എത്തി. അത് പറയാൻ പറ്റുമോ ഇല്ലേ, ആ ഹദീസിന് അർത്ഥം അങ്ങനെ തന്നെ ആണോ അല്ലേ, അതൊന്നുമില്ല. എനിക്ക് തോന്നിയാണ് പറയണത്. ഞാൻ ഒരു ഹദീസ് വായിച്ചു, എനിക്കെന്തൊരു കാര്യം മനസ്സിലായി, ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് ഓണാക്കി വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്തിട്ട് വിട്ടാൽ അത് ലോകം മുഴുവൻ എത്തി. കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ വിളിച്ച് പറയും, അല്ല അതിൻ്റെ അർത്ഥം അങ്ങനെ ഉണ്ടല്ലോ, ആ ഹദീസ് അങ്ങനെ ഇല്ലല്ലോ, അതിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെ ഇല്ലേ. അപ്പോഴേക്കിത് എത്രയോ മനുഷ്യന്മാർ കേട്ടുപോലൊക്കെ വിശ്വസിച്ചു, ഒരു ജീവിതത്തിൽ പാലിച്ചു പോയി. പലപ്പോഴും ഇങ്ങനെ വരും. നബിയുടെ പേരിൽ ഇല്ലാത്തൊരുപാട് നുണകൾ, നബിയുടെ നൂറുപദേശങ്ങൾ അങ്ങനെ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ആളുകൾ ചിലർക്ക് അന്വേഷിക്കും, ഇതുണ്ടോയിക്കും. എന്നാൽ മഹാഭൂരിപക്ഷം ആളുകളും അന്വേഷിക്കാൻ പോലും ചെയ്യൂല. ഇതങ്ങനെ പതിനും ജീവിതത്തിൽ പാലിക്കുന്നു, നബി പറഞ്ഞുകൊണ്ടിട്ട് അത് പ്രചരിപ്പിക്കുന്നു. ചിലരൊക്കെ അത് വ്യാപകമായി ഷെയർ ചെയ്യുന്നു. അനേകായിരം മനുഷ്യന്മാരേക്ക് ഇതിങ്ങനെ പകർന്നു പോകുന്നു. ഈ മുട്ടോഞ്ഞിലിപ്പോൾ മനസ്സിലാക്കിയോ തോമ്പയിൽ തിരിച്ചിട്ടുണ്ടാവും. എന്നാലും ഇതങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നതാവും. ചിലത് കിട്ടും, നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അത് പുതുമുണ്ടാവും. വേറെ ആൾക്ക് അയച്ചു പോകുമ്പോഴേക്കും ഇത് 10 കൊല്ലം മുമ്പ് കിട്ടിയിട്ടുള്ള പറയും, നമ്മളറിയിട്ടില്ല. അപ്പം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒരുപാട് കളവുകൾ മതത്തിൻ്റെ പേരിൽ പ്രചരിക്കും.